അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ 2025 നടന്ന താരിഖുൽ ഇസ്ലാമിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന്, ആദം നബി അലൈഹി സ്വലാമിൻ്റെ ജനാദ സംസ്കരിച്ചു. ആരാ സംസ്കരിച്ചത്? ആൻസർ മലക്കുകൾ. 2, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം? ആൻസർ ബാബിലോൺ. 3, വഫാത്താകുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ്? ആൻസർ 137. 4, ആദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം? ആൻസർ അഹ്ഖാഫ്. 5, തൂഫാനിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചു? ആൻസർ 60 വർഷം. 6, ഫലസ്തീനിൻ്റെ പഴയ പേര്? ആൻസർ കൻആൻ. ഇനി രണ്ടാമത്തെ ചേരുമ്പടി ചേർക്കുക. 7, ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ പൗത്രൻ? ആരാണത് പൗത്രൻ? ആൻസർ സി ആണ്, നൂഹ് നബി അലൈഹി സ്വലാം. 8, മിഅ്റാജ് രാത്രിയിൽ 4-ാം ആകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പ്രവാചകൻ? ആൻസർ ഡി, ഇദ്രീസ് നബി അലൈഹി സ്വലാം. 9, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ്? ആൻസർ എ, താറഖ്. 10, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ? ആൻസർ ഇ ആണ്, ഐസ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ആരാണത്? ഐസ്. ഇനി 11, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ അവിശ്വാസിയായ മകൻ? ആൻസർ ബി, കൻആൻ. ഇനി 3 വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12, ഹിജാസിൻ്റെയും ഡേഷിൻ്റെയും ഇടക്കുള്ള പ്രദേശമാണ് ഹിജ്ർ? ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടക്കുള്ള പ്രദേശമാണ് ഹിജ്ർ. 13, റബ്ബന തഖബ്ബൽ മിന്ന അൽ അലീം? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. 14, ശീസ് നബി അലൈഹി സ്വലാം ഡാഷ് വർഷം ജീവിച്ചു? എത്ര വർഷം? 912 വർഷം ജീവിച്ചു. 15, ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല മുഅ്തഫിക്കാത്തിലെ ഡാഷിക്ക് നബിയും റസൂലുമായി നിയോഗിച്ചു? എവിടേക്ക്? മുഅ്തഫിക്കാത്തിലെ സദൂമിലേക്ക് നബിയും റസൂലുമായി നിയോഗിച്ചു. 16, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ച് ഡാഷ് വർഷത്തിന് ശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ചത്? എത്ര വർഷത്തിന് ശേഷം? 14 വർഷത്തിന് ശേഷം. 17, ഉറക്കത്തിലായിരിക്കെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഡാഷിൽ നിന്ന് അല്ലാഹു തആല ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു? എവിടുന്ന? ഇടത് വാരിയലിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ഇനി അടുത്ത് ഒറ്റവാക്യത്തിൽ ഉത്തരം എഴുതുക. 18, നൂഹ് നബി അലൈഹി സ്വലാം പ്രളയത്തിന് മുമ്പ് പ്രബോധനം നടത്തി? എത്ര വർഷം? ആൻസർ 950 വർഷം. 19, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം ഹിജ്റ പോയ സ്ഥലം? ആൻസർ ഹറാൻ. 20, ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ബൈത്തുൽ മഖ്ദിസിൽ. 21, സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടകത്തെ കൊന്നത് ആര്? ആൻസർ ഖുദാർ. 22, മനുഷ്യവർഗത്തിൻ്റെ ശത്രുവാണ് ആര്? ആൻസർ ഇബ്ലീസ്. 23, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി പഠിച്ചു ആരിൽ നിന്ന്? ആൻസർ ജുർഹൂം ഗോത്രത്തിൽ നിന്ന്. ഇനി അഞ്ചാമത്തെ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാൻ. 24, ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ ഇബ്ലീസ് പറഞ്ഞ ന്യായമെന്ത്? ആൻസർ ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് കളിമണ്ണ് കൊണ്ടും. 25, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ? ആൻസർ നൂഹ് നബി അലൈഹി സ്വലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രം. 26, സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു? ആൻസർ മലമ്പാതയിൽ പതിയിരുന്ന സംഘത്തിൻ്റെ മേൽ വലിയ പാറക്കല്ല് ഉരുണ്ട് വീണ് അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി. 27, അല്ലാഹു തആല കീഴ്മേൽ മറിച്ച സദൂം ഇപ്പോൾ എവിടെയാണ്? ആൻസർ ചാവുകടലിൻ്റെ വടക്കേ മൂലയിൽ വെള്ളത്തിനടിയിൽ. 28, യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നമെന്ത്? ആൻസർ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നത്. 29, മരണാസന്നനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളോട് ചെയ്ത വസിയത്ത് എന്തായിരുന്നു? ആൻസർ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നും. 30, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു തആല മതി. സന്ദർഭം വിവരിക്കുക. ഇതാര് ആരോടാ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണെന്ത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് ഹസ്ബി അല്ലാഹ് എന്നുള്ളത്. 31, നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചത് എന്ത്? ആൻസർ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ.
ഇനി അടുത്ത 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. രണ്ടെണ്ണത്തിൽ ഓരോന്ന് എഴുതിയാൽ മതി. ഒന്ന് തൂഫാൻ എഴുതണം, അല്ലെങ്കിൽ സംസം എഴുതണം. തൂഫാൻ എങ്ങനെയാണ്? അതിശക്തമായ മഴ വർഷിച്ചു, ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു, എല്ലായിടത്തും വെള്ളം പൊങ്ങി. പേജ് 15 വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി സംസം വെള്ളത്തെക്കുറിച്ച് 7-ാം തവണ മർവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഹാജർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദങ്ങൾക്ക് അരികിൽ മലക്ക് കിളക്കുന്നു. അവിടെ നിന്നും വെള്ളം പൊട്ടിയൊഴുകി. ഹാജർ റളിയല്ലാഹു അൻഹു അത് തടഞ്ഞു നിർത്തി. അതാണ് സംസം. പേജ് 27 വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ നോക്കി മനസ്സിലാക്കണം. ഇനി അതിൽ രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം, അല്ലെങ്കിൽ ആദ് ഗോത്രം രണ്ടാലൊന്ന് എഴുതണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം പിതൃവ്യ നാസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വിശ്വസിച്ചില്ല. തുടർന്ന് ജനങ്ങളെ സമീപിച്ചു. അള്ളാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വ ചെയ്യുക, അതാണ് നിങ്ങൾക്കുത്തമം. പേജ് 22 വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ആദ് ഗോത്രം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹദ്റമൗത്തിന് വടക്കുള്ള അഹ്കാഫിലാണ് അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും അള്ളാഹു നൽകി അവരെ ആദരിച്ചു. പേജ് 18 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ നോക്കി മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ താരീഖുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.